ഇതാണ് ഇവരുടെ ഗതി. ഇനി കീഴ്വായു എങ്ങാനും പോയാലോ ഇവരുടെ ബുദ്ധി ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറിലേക്ക് മതതീവ്രവാദം കുത്തി നിറച്ചു കൊടുക്കാനുള്ള ഇവരുടെ ബുദ്ധി എത്രമാത്രമാണ്. കീഴ്വായു പോകുന്നത് ഇതുവഴിയാ, പിന്നീട് കയ്യും കാലും മുഖവും കഴുകിയാൽ മതി, അവിടെ വൃത്തിയാകും എന്ന രൂപത്തിലാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതിനെ ഇതുവരേക്കും ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. അപ്പോ മനസമാധാനത്തോടു കൂടി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നില്ല. എപ്പോഴും പേടി. അള്ളാഹു കാണും, പരലോകം, സ്വർഗം. എന്നാൽ ഇതൊക്കെ അവരുടെ നിത്യജീവിതത്തെ ഇവര് പേടിച്ചിട്ടാണോ ഇവര് ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ആത്മഹത്യയും നടക്കില്ല, ഒരു പീഡനങ്ങളും നടക്കില്ല, അല്ലേ? അതായത് സ്വന്തം കുഞ്ഞിനെ കയറി പിടിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ കൂടപ്പറപ്പിന്റെ മക്കളെയും പിടിക്കില്ല, കൂട്ടുകാരന്റെ മക്കളെയും പിടിക്കില്ല, അയൽക്കാരന്റെ മക്കളെയും പിടിക്കില്ല. അതേ പ്രായത്തിലുള്ള കുഞ്ഞ് എനിക്കുണ്ട്, അതേ പ്രായത്തിലുള്ള സഹോദരി എനിക്കുണ്ട്, അതേ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ എന്റെ കുടുംബത്തിലുമുണ്ട്, എന്റെ ഉമ്മയ്ക്ക് അതേ പ്രായമാണ്, അതുകൊണ്ടേ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് ഇവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവരുടെ പൊട്ടിയ വികാരത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കുറെ ബാലുശ്ശേരിമാർ ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് വെറും ഡമ്മികളാണ്, ഇസ്ലാമിന്റെ ഇരകൾ മാത്രമാണ് അവര്. അല്ലെങ്കിൽ ഇവര് ഏത് മേഖലയിലാണ് ധീരന്മാർ? കൊലവിളിയിൽ ഇവർ ധീരന്മാരാണ്, അപരന്റെ കഴുത്ത് വെട്ടുന്നതിൽ ഇവർ ധീരന്മാരാണ്. പക്ഷെ പല്ലിയെ ഇവർക്ക് പേടിയാണ്, ഇവർക്ക് പല്ലിയെ പേടിയാണ്. മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെളുത്തു തുടുത്ത വലിയ സ്ഥാനങ്ങളുള്ള തരുണീമണികളായ സമപ്രായക്കാരികളായ, അതായത് 16 വയസ്സുള്ള 72 ഹൂറിമാരെ എനിക്ക് കിട്ടണേ കിട്ടണേ കിട്ടണേ. കബീർ ബാക്കബിയൊക്കെ കരയുന്ന പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടു. അല്ലാ, എനിക്ക് ആ ഹൂറിയെ തരണേ അല്ലാ, എനിക്ക് ആ സ്വർഗത്തെ തരണേ അല്ലാ. ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ പെണ്ണും കള്ളും സ്വർഗവും മാത്രമാണ്. അതോ അള്ളാഹു ആരാണ്? ഇരട്ടച്ചങ്കരൊന്നുമല്ല, ഭയങ്കര തലയുള്ള ആളാണ് അള്ളാഹു. ചില സമയങ്ങളില് പലപ്പോഴും കഞ്ചാവുമാണ്. അള്ളാഹു പറയുന്നത് സ്വർഗത്തിൽ, ഇപ്പൊ ആൾക്കാസുകാരനാണെങ്കിൽ ഒരു പെണ്ണിനെ വെച്ചാണ് അത് മാർക്കറ്റിംഗ് തന്ത്രത്തിൽ പരസ്യം നടത്തിയതെങ്കിൽ അള്ളാഹു 72 പേരെ അങ്ങ് ഇറക്കി. കാരണം അള്ളാഹുവിനറിയാം, അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹുവിന്റെ വിധിപ്രകാരം ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ഭരണത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ രാജ്യത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഈ മനുഷ്യർക്ക് വേണ്ടത് പെണ്ണുങ്ങളെയാണ്, കള്ളാണ്, ചെറിയ ബാലന്മാരെയാണ്, സുഖസൗകര്യങ്ങളാണ് എന്ന് അള്ളാഹുവിനറിയാമായിരുന്നു. അതുകൊണ്ട് തലച്ചോറിന് പകരം ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു വർഗം ഇവരാണ് എന്ന് അള്ളാഹുവിനും അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമടാ, എടാ ഗഫൂറെ, അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ, അലി, നിങ്ങൾ പോയി കൊല്ലടാ, ചാകടാ, നിനക്ക് ഞാൻ സ്വർഗം തരാം. കാരണം ഭൂമിയിൽ ഒരിക്കലും സമാധാനമുണ്ടാകരുത്. ഇതിന് പ്രത്യേകിച്ച് ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഈ വിഭാഗത്തിന് മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. കുഞ്ഞിനെ സമവാക്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടുന്ന പ്രായത്തിൽ അപരന്റെ കഴുത്തെങ്ങനെ വെട്ടാം, അപരന് വായ്ക്കരിയിടുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഒരു വിഭാഗം വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ഈ കുഞ്ഞിന് എവിടെ നിന്നാണ് ജനാധിപത്യ ബോധം കിട്ടുന്നത്? ഈ കുഞ്ഞിന് എവിടെ നിന്നാണ് ഈ രാജ്യത്തെ ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാണ് ഞാൻ എന്ന ബോധം ഈ കുഞ്ഞിന് എവിടെ നിന്ന് കിട്ടും? ഈ കുഞ്ഞിന്റെ ആദ്യത്തെ പാഠശാല അവന്റെ വീടാണ്, ആദ്യത്തെ അധ്യാപകർ അവന്റെ മാതാപിതാക്കളാണ്. അവർ ഈ കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് ഊട്ടിക്കൊടുക്കുന്ന മതവിഷം ഇതാണെങ്കിൽ, ബിസ്മി പറഞ്ഞിട്ട് ഭീകരതയാണ് ഈ കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ, എങ്ങനെയാണ് ഈ കുഞ്ഞ് മാനവികനായി, നീതിബോധമുള്ള ഒരു കുഞ്ഞായി, ചിന്തിക്കാൻ പാകത്തിനുള്ള തലച്ചോറുമായി എങ്ങനെയാണ് ഈ കുഞ്ഞ് വളർന്നു വരുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് മാനവികതയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നതേയില്ല. ഈ കുഞ്ഞിനെ വളർന്നു വലുതായി കഴിയുമ്പോൾ എന്തായി മാറുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി കൊലപാതക മുദ്രാവാക്യം വിളിച്ചതാണോ അതോ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചതാണോ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? മനുഷ്യന് ജീവൻ പണയം വെക്കാൻ തയ്യാറായി അന്യഗോത്രങ്ങളെ ആക്രമിക്കുകയും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് ഇവർക്ക് യഥേഷ്ടം ജീവിക്കുന്നതിന് വേണ്ടി പിടിച്ചു പറിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം,
അങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ പ്രാകൃത ഗോത്ര ആചാരങ്ങളെ വിശ്വാസങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്ത് വളർന്നു വന്ന ഒരു ഗോത്ര നേതാവിന്റെ ഇത്തരം നികൃഷ്ടമായ ചെയ്തികൾ വീരപരിവേഷത്തോടുകൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ മദ്രസ പഠനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഗോത്ര സ്വഭാവം എമ്പാടുമുണ്ട്. ആധുനികതയ്ക്കും മനുഷ്യത്വത്തിനും എതിരായ ഈ കൊലപാതക ത്വരയുണ്ടല്ലോ, ഈ മുറവിളി, ഓരോരുത്തരെയും കൊല്ലുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവർ പഠിപ്പിക്കുന്നതെങ്കിൽ ആധുനിക സമൂഹത്തില് ഇത്തരക്കാർക്കുള്ള സ്ഥാനം എന്തായിരിക്കും? അതുകൊണ്ടാണ് കൊലപാതകത്തിനും കലാപങ്ങളും ഒക്കെ നടത്തുന്ന ഇത്തരം ആഹ്വാനങ്ങൾ, ഇത്തരം മുറവിളികൾ, അതല്ലെങ്കിൽ വിശ്വാസികളെ ഇതിലേക്ക് ഇളക്കി വിട്ടിട്ട് അവരുടെ വികാരം ഇളക്കി വിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർ നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ് എന്ന് നമ്മളിൽ ഓരോരുത്തരും ബോധവാനും ബോധവതികളുമാകണം. എന്നാൽ മാത്രമേ ഈ പ്രായപൂർത്തിയായ പുരുഷന്മാർ നടത്തിയിട്ടുള്ള മറ്റു മുദ്രാവാക്യങ്ങളും ഏത് സംഘടനയുമാകട്ടെ ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തോളം വിവാദമാകുമോ, ആകേണ്ടതാണോ എന്നതിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇത് മുദ്രാവാക്യം ആദ്യമായിട്ടല്ല കേരളക്കര കേൾക്കുന്നത്. ഇതിനേക്കാൾ കൊലവിളി മുദ്രാവാക്യങ്ങൾ എമ്പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. ചുട്ടയിലെ ശീലം ചുടല വരെ. അതായത് ഈ കുഞ്ഞുങ്ങളെ ഈ രൂപത്തിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തത് നമ്മൾ തന്നെയാണ്. കുട്ടികൾ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്, രാജ്യത്തെ കാക്കേണ്ടവരാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും സുസ്ഥിരതയ്ക്കും അനിവാര്യമായ രൂപത്തിൽ ജനാധിപത്യ ബോധമുള്ളവരായി വളരേണ്ടവരാണ് അവർ. വർത്തമാന കാലത്തെയും പൗരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടി ചെറുപ്പത്തിലെ തന്നെ ഇതിന്റെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ മുദ്രാവാക്യങ്ങളാണെങ്കിൽ സമൂഹത്തിന്റെ ഭാവിയെ പറ്റി വിലപിക്കുന്നവരുടെ ചിന്തകൾ അർത്ഥശൂന്യമാണ്. കാരണം നമ്മളൊക്കെ വിലപിക്കുന്നു, നാളെ എന്താകും ഈ സമൂഹത്തിന്റെ അവസ്ഥ. കാരണം ഒരു കുട്ടിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ 1000 കുഞ്ഞുങ്ങൾ ഇതിനേക്കാൾ തീവ്രമായ രൂപത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കണം. ഇത്തരം മുദ്രാവാക്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അതായത് സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചിട്ടാണെങ്കിലും ശരി ആ പരനെ കൊന്ന് രക്തസാക്ഷിയാകാൻ മതപഠനത്തിലൂടെ മതഗ്രന്ഥങ്ങളിലൂടെ നൽകുന്ന ആഹ്വാനം ഈ കുട്ടികളുടെ സിരകളെ ചൂട് പിടിപ്പിക്കുന്നു. ഈ മതങ്ങൾ നൽകുന്ന, മതപഠന കേന്ദ്രങ്ങൾ നൽകുന്ന ഇത്തരം പഠനങ്ങൾ, ഇത്തരം പരിശീലനങ്ങൾ അപകടകരമാണ്. ഇത് ഗോത്രീയ സ്വഭാവമാണ് എന്നത് നമ്മൾ പൗരബോധമുള്ള നമ്മൾ മനസ്സിലാക്കുകയും വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കുകയും വേണം. മതത്തിനു വേണ്ടി മരിക്കുന്നവർക്ക് മരണശേഷമുണ്ട് എന്ന് പറയുന്ന സ്വർഗം ഇത് അപകടകരമായ ഒരു കഥയാണെന്നും മുത്തുച്ചിപ്പിയെ വെല്ലുന്ന രൂപത്തിലുള്ള വെറും ഒരു രാക്കഥ മാത്രമാണെന്നും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. മതപഠനമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ജനിച്ചുപോയ മതത്തിലെ ദൈവത്തിന്റെ രാജ്യം വരണമെന്ന പ്രാർത്ഥനയാണ്. അതാണ് ഈ കാണാപ്പാഠം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും. ഇപ്പോൾ 9-10 വയസ്സുകാരനാണ് വന്നതെങ്കിൽ ഇതിന്റെ അപ്പുറം ഇനിയും 7 വയസ്സും 8 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഗൗരവപൂർവം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കുട്ടി ഒറ്റയ്ക്കാണ് ഈ മുദ്രാവാക്യം പഠിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കുട്ടി തനിയെയാണ് ഈ മുദ്രാവാക്യം പഠിച്ചത്. അരിയും മലരും കുന്തിരിക്കത്തിന്റെയും ഒക്കെ കഥ ഈ കുട്ടി സ്വയം വിളിച്ചതാണെന്നോ സ്വയം കാണാതെ പഠിച്ചു പറഞ്ഞതാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് എനിക്കുമുണ്ട്. ആ കുഞ്ഞിന്റെ ഓർമ്മശക്തി എത്രമാത്രമുണ്ടെന്നും ഇത്തരം വരികൾ അവനെ ഒന്ന് പഠിപ്പിച്ചെടുത്ത് തെറ്റില്ലാതെ പബ്ലിക്കിൽ മുതിർന്നവർക്ക് വിളിച്ചു കൊടുക്കത്തക്ക രൂപത്തിൽ അവനെ പരിശീലിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു അധ്യാപികയായ ഞാൻ മനസ്സിലാക്കുന്നു എത്ര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവളെ ഒരു കഥാപ്രസംഗം പഠിപ്പിക്കാൻ, ഭൂമിക്കൊരു ചരമഗീതം എന്ന കഥാപ്രസംഗം പഠിപ്പിക്കാൻ ഞാൻ ഏതാണ്ട് 1.5 മാസം സമയമെടുത്തു. കഥാപ്രസംഗമായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കാം. ആ കഥാപ്രസംഗം
കേട്ട് 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 അവള് പഠിക്കുന്നതിനേക്കാൾ, അവള് പഠിച്ചു പറയുന്നതിനേക്കാൾ വളരെ നന്നായി എന്റെ 10 വയസ്സുകാരനായ മകൻ പറയും. അതിന് എത്ര പരിശീലനം അനിവാര്യമായിരുന്നെന്നും എത്ര തവണ അവനത് കേട്ട് പാടിയിട്ടുണ്ടെന്നും എത്ര തവണ ഞാൻ അവനത് തിരുത്തി കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടിക്ക് നല്ല രൂപത്തിൽ ഉള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ മുദ്രാവാക്യങ്ങൾ ഈ കുട്ടി വിളിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പിതാവിന്റെ അതേ വാക്കുകൾ തന്നെ ഈ കുട്ടിയും ആവർത്തിച്ചു പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിക്കിടയിലാണ് ഈ കുട്ടി വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയത് എന്നിടത്ത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് SDPI പോലെയുള്ള സംഘടനകൾ മതരാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ഈ 10 വയസ്സുകാരൻ സ്വയം പഠിച്ചതാണ് ഈ മുദ്രാവാക്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കുട്ടിയുടെ പിതാവായ അഷ്കർ അലി പോലീസിനോടും വാർത്താ മാധ്യമങ്ങളോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആ കുട്ടി ഒരു വിക്കുമില്ലാതെ, ഒരു വിറയലുമില്ലാതെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നിന്നും തന്നെ വ്യക്തമാണ്, പിതാവ് കുടുംബവുമായി ടൂറ് പോയതല്ല, കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാറി നിന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കോളേജുകളിൽ ഒന്നും പോയി ഒരുപാട് ഡിഗ്രീസ് എടുക്കണ്ട. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടികളിൽ ഞാൻ കുടുംബമായി പങ്കെടുക്കാറുണ്ടെന്നും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഈ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ മുദ്രാവാക്യം വിവാദമായതുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ പിതാവ് ചോദിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ എതിരെയല്ല മുദ്രാവാക്യം മുഴക്കിയത് എന്ന് ആ പിതാവ് ഉളുപ്പില്ലാതെ മാധ്യമങ്ങളോട് പറയുമ്പോൾ പിന്നെ ആർക്കാണ് അരിയും മലരും വേണ്ടത്? ഈ മുദ്രാവാക്യം വിവാദമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കുട്ടിയെ ഇതിന് ട്രെയിൻ ചെയ്യിപ്പിച്ചവർ പിടിയിലാകുമെന്നും ഭയന്നിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവരിങ്ങനെ മാറ്റി 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 പറയുന്നത്. ആരുടെയും മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല എന്ന് പിന്നെ എന്ത് തരത്തിലുള്ള വികാരമാണ് ഇവിടെ വ്രണപ്പെട്ടത്? കുട്ടി മുദ്രാവാക്യം മുഴക്കിയതിൽ തെറ്റേ ഇല്ല എന്ന് തന്നെയാണ് ആ പിതാവ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പോലീസിന് മുമ്പിൽ ഹാജരായി. കൊള്ളാം, അടിപൊളി. ടൂറിന് പോയ പിതാവ് ഒരു അഭിഭാഷകൻ പറഞ്ഞപ്പോഴേക്ക് ഹാജരായി. ഇതൊക്കെ വിശ്വസിക്കാൻ ഈ സാക്ഷര കേരളത്തിലുള്ളവർക്ക് സാധിക്കുമോ? പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ കുട്ടിയും ആവർത്തിക്കുന്നു. ആരും എന്നെ പഠിപ്പിച്ചതല്ല ഈ മുദ്രാവാക്യം, തനിയെ ഞാൻ പഠിച്ചതാണ്. ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങൾ മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. 10 വയസ്സു മാത്രമുള്ള കുട്ടി ആരും പഠിപ്പിച്ചു കൊടുക്കാതെ ഇത്തരത്തിൽ പ്രാസമൊപ്പിച്ച് വരികൾ ഒപ്പിച്ച് എങ്ങനെയാണ് ഒരു പാട്ട് പോലെ ഇത്തരത്തിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കാൻ ഒരു 10 വയസ്സുകാരന് സാധിക്കുന്നത് എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. പ്രാസം കണ്ടോ? ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. തലയ്ക്കകത്താള് താമസമുള്ളവർക്ക് മനസ്സിലാകും. അതായത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ശക്തമായ ഭാഷയിൽ പറയുന്നത്? ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ എനിക്കൊക്കെ വരുന്ന കൊലവിളികളും തെറിവിളികളും എത്രയാണെന്ന് അറിയാമോ? മുൾക്കിരീടമാണ് തലയിൽ വെച്ചത് മതവിമർശനം. അത് വീണ്ടും വീണ്ടും ആഴത്തിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും 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 ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു ചെറിയ കുട്ടിയെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ അവൻ നാളെ വളർന്ന് ആരായി മാറും? അവൻ ആരായി മാറണം? അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഏതാണ്ട് എനിക്ക് അനുവദിച്ച സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ തൽക്കാലം എന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. വേറെ ആരും സംസാരിക്കുന്നില്ല, ചോദ്യങ്ങളാണ് ഇനി. ശരി, നടക്കട്ടെ. പറഞ്ഞു. എന്തെങ്കിലും പറയാൻ പറഞ്ഞിരുന്നോ? ടീച്ചർ, ഈ ഒരു മദ്രസ സംവിധാനം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഈ ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കുട്ടികളെ വരെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ ഒരു
സമുദായത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പൊ പൊതുവെ കേരളത്തെ കുറിച്ച് ഭാരതത്തിലും കേരളത്തിൽ തന്നെ ഒരു നമ്മളൊക്കെ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടിയവരാണ് നമ്മൾ ഒരുപാട് സംസ്കാരമുള്ളവരാണ്. എന്റെ ഒരു സംശയം, ഒരു സമുദായത്തിന്റെ ഒരു ഭൂരിപക്ഷത്തിന്റെയെങ്കിലും ചുരുങ്ങിയതൊരു 40% പിന്തുണ ഇല്ലാതെ ഇവർക്ക് ഇത്ര സ്വതന്ത്രമായി ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുമല്ലോ, ബ്രെയിൻ വാഷ് അത് ചെയ്ത്